ഹലോ എവരിവൺ, മജുമുള്ള വിഷ്ണു പുതിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ബാക്കി വന്ന ചോറ് ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി ഒരു പായസം ഉണ്ടാക്കാട്ടോ. അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഷുഗർ എടുത്തിട്ടുണ്ട്. കാരമലൈസ് ചെയ്ത് ഒരു ഗോൾഡൻ കളർ ആയിക്കുമ്പോൾ ഒരല്പം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ മെൽറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. ആ പാല് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഒരു ബൗൾ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുക്കറിൽ വേവിച്ചിട്ടുണ്ട് സാഗോ, അത് 1 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഏലക്ക പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്ര ആവശ്യമുള്ളൂ നമുക്ക് ഈ നല്ല ഒരു അടിപൊളി പായസം ഉണ്ടാക്കാനായിട്ട്. അത് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് നെയ്യിൽ മുപ്പിച്ചിട്ട് കഷ്ണുണ്ടി മുന്തിരിയും ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോട് കൂടി തന്നെ ഞാൻ സെർവ് ചെയ്യാണ് കേട്ടോ. കളർ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പിങ്ക് പായസമായിട്ടാണ് വന്നിട്ടുള്ളത്. ചോറ് വേവിച്ചത് കൊണ്ട് തന്നെ നമുക്ക് അധികം ഇട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ പാലൊന്ന് തിക്കാവുന്നവരെ ഒന്ന് വേവിച്ചാൽ മതി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലും നമ്മുടെ ബാക്കി വന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കാവുന്ന നല്ല